ക്രിയേഷൻസ് രേഖാസ്കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് ഒരു ഇഡ്ഡലി മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് കുറച്ച് ഇഡ്ഡലി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഇഡ്ഡലി നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഇഡ്ഡലി മുഴുവനായിട്ടും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇഡ്ഡലി മസാല തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വറ്റൽമുളക് 2ആയിട്ട് പൊട്ടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം. അടുത്തതായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സവാള ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. വാടി കിട്ടിയ സവാളയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചേക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് എരിവ് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ ശരിക്കുള്ള മുളക് പൊടി ഉപയോഗിക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. മുളക് പൊടി മൂത്ത് കിട്ടിയ അടുത്തതായിട്ട് 2 തക്കാളി ചെറുതായിട്ട് നുറുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് റെഡിയായിട്ട് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ഗരം മസാല പൗഡർ ആണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കാം. അതല്ല നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലയാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ഗരം മസാല പൗഡറിൻ്റെ റെസിപ്പി 2 ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഈ സമയത്ത് ഉപ്പൊക്കെ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ആക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇഡ്ഡലി മസാലയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വെള്ളമില്ല, എന്നാൽ തീരെ ഇല്ലാതെയായിട്ടുമില്ല. അപ്പോൾ ആ ലെവലിൽ വേണം നമ്മൾ ഇഡ്ഡലി ചേർത്ത് കൊടുക്കാൻ. ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുള്ള ഇഡ്ഡലി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇഡ്ഡലിയുടെ എല്ലാ ഭാഗത്തും മസാല മിക്സ് പിടിച്ചിരിക്കണം. ഈ സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക. ഇഡ്ഡലി മസാലയും ഒക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് നമ്മൾ നല്ലൊരു ഇഡ്ഡലി മസാല തയ്യാറാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഉടൻ തന്നെ പുതിയൊരു വീഡിയോവുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.